നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഒന്നടങ്കം ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് ഒരു വികസന സംവാദത്തിന് കളമൊരുങ്ങുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സംവാദം നടക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്. സംവാദത്തിന് താൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതോടെ സ്ഥലവും സമയവും മുഖ്യമന്ത്രിക്ക് തന്നെ തീരുമാനിക്കാമെന്ന വെല്ലുവിളിയുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പറയുന്ന സ്ഥലത്ത് പറഞ്ഞ സമയത്ത് താൻ എത്തുമെന്നും ബാക്കി കാര്യങ്ങൾ ജനം തീരുമാനിക്കട്ടെ എന്നുമാണ് സതീശന്റെ നിലപാട്. ഈ പോരാട്ടത്തിന് തുടക്കമിട്ടത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. സർക്കാരിന്റെ വികസന അവകാശവാദങ്ങൾ വെറും പുകമറയാണെന്നും പ്രത്യേകിച്ച് ഭവന പദ്ധതികളുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി വലിയ നുണകളാണ് പ്രചരിപ്പിക്കുന്നതെന്നും സതീശൻ ആരോപിച്ചിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ച വീടുകളുടെ അത്രയും പോലും കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ സർക്കാർ നിർമ്മിച്ചിട്ടില്ല എന്നാണ് യു.ഡി.എഫിന്റെ വാദം. ഇതിനെതിരെ റിപ്പോർട്ട് കാർഡ് നിരത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി തിരിച്ചടിച്ചത്. സർക്കാരിന്റെ A+ നേട്ടങ്ങളെക്കുറിച്ച് സംവാദമാകാം എന്ന് മുഖ്യമന്ത്രി വെല്ലുവിളിച്ചതോടെയാണ് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു വാക്പോരിന് വഴി തുറന്നത്. നിയമസഭയാണ് സംവാദത്തിന് പറ്റിയ ഏറ്റവും വലിയ വേദിയെന്നും എന്നാൽ അവിടെ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടുകയായിരുന്നുവെന്നുമാണ് മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. കേന്ദ്രം കേരളത്തെ അവഗണിച്ചപ്പോൾ പ്രതിപക്ഷം എവിടെയായിരുന്നു എന്ന ചോദ്യവും അദ്ദേഹം ഉയർത്തുന്നുണ്ട്. എന്നാൽ നിയമസഭയിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറുന്ന മുഖ്യമന്ത്രി പുറത്തെങ്കിലും സംവാദത്തിന് തയ്യാറാകുമോ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. മുഖ്യമന്ത്രിയെ നുണറായി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സതീശൻ നടത്തുന്ന ഈ നീക്കം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന്റെ വലിയൊരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. ഈ സംവാദ ചർച്ചകളിലേക്ക് ബി.ജെ.പിയും കടന്നു വരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇരട്ടത്താപ്പിന്റെ മറ്റൊരു പേരാണ് CPM എന്നും 10 വർഷം കൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്ത കാര്യങ്ങൾ പറയാൻ തങ്ങൾ തയ്യാറാണെന്നും രാജീവ് ചന്ദ്രശേഖരനും വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ പൊട്ട മലയാളമാണെങ്കിലും വസ്തുതകൾ നിരത്തി സംവാദത്തിന് താനും തയ്യാറാണെന്ന് ബി.ജെ.പിയുടെ പക്ഷം. വികസന കാര്യങ്ങളിൽ LDF-ഉം UDF-ഉം ഒരുപോലെ പരാജയമാണെന്ന് വരുത്തി തീർക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. സെക്കൻഡ് ഗിയറിലേക്ക് കടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഈ സംവാദ വെല്ലുവിളി വലിയൊരു വഴിത്തിരിവാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരു വേദിയിൽ വരികയും വികസനത്തെക്കുറിച്ച് വസ്തുതകൾ നിരത്തി സംസാരിക്കുകയും ചെയ്താൽ അത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ അപൂർവമായ ഒന്നായി മാറും. സർക്കാരിന്റെ 10 വർഷത്തെ ഭരണമാണോ അത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളാണോ ശരിയെന്ന് ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടാൻ ഈ സംവാദം സഹായിക്കും. എന്തായാലും മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന സ്ഥലത്തും സമയത്തും വി.ഡി. സതീശൻ എത്തുമോ എന്നും ഈ സംവാദം ഒരു യാഥാർത്ഥ്യമാകുമോ എന്നും വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും.